ഫ്രണ്ട്സ്, എല്ലാവർക്കും മ്യാൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു ചെരുപ്പ് കണ്ടില്ലേ, ഇതിൽ കുറച്ച് അഴുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ മോൻ്റെ ചെരുപ്പാണ്. അപ്പോൾ ഈ അഴുക്കുകളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ചെരുപ്പ് പുതിയതുപോലെ ആക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ള പഴയ ചെരുപ്പുകളൊക്കെ കുറച്ച് നാളൊക്കെ നമ്മൾ ഉപയോഗിച്ചൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ അഴുക്കൊക്കെ പിടിച്ചിട്ട് പിന്നെ നമ്മൾ ആ ചെരുപ്പൊക്കെ കളയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട, നമുക്കിത് നല്ല പുതിയതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പഴയൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡപ്പി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ്. ആ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് അതിൻ്റെ കുരുവൊക്കെ ചാടിയിട്ടുണ്ടാകും. ആ കുരുവൊക്കെ ഞാൻ എടുത്ത് കളയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്, നമ്മുടെ സോഡാപ്പൊടി. ആ സോഡാപ്പൊടി ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കോൾഗേറ്റ് ആണ്, വൈറ്റ് കളറിലുള്ള കോൾഗേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് സോഡയും നാരങ്ങയും കോൾഗേറ്റ് പേസ്റ്റൊക്കെ നമ്മുടെ ക്ലീനിങ്ങിൽ വളരെയധികം യൂസ്ഫുൾ ആയ ഒന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാത്തൊരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട്. ബ്രഷ് ഈ ഒരു മിക്സിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ചെരുപ്പിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ചെരുപ്പിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ അഴുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. അതുപോലെ രണ്ട് ചെരുപ്പും സോഡാപ്പൊടി, നാരങ്ങ നീരും കോൾഗേറ്റൊക്കെ ചേർത്ത മിശ്രിതം ഈ ചെരുപ്പിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. ബ്രഷ് ഉപയോഗിച്ച് ഉരയ്ക്കുമ്പോൾ തന്നെ നമുക്കിതിനകത്തുള്ള അഴുക്കുകളൊക്കെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിതൊന്നൊരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം. ഇതൊന്ന് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഈ ഒരു ബ്രഷിലാക്കിയതിന് ശേഷം ഈ ചെരുപ്പ് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കണം. എല്ലാ സൈഡും നല്ല പോലെ ഉരച്ചു കൊടുക്കുക. ഇനി നമുക്കിത് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചെരുപ്പ് ഞാനിതവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു ചെരുപ്പും ഈ ഒരു ചെരുപ്പും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ആദ്യത്തെ ചെരുപ്പിൽ കുറച്ച് അഴുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ചെരുപ്പ് നല്ല പോലെ വൃത്തിയായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇതുപോലെ കുറേ അഴുക്കുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറേ നേരം വെള്ളത്തിലൊക്കെ മുക്കി ഇട്ട് അങ്ങനെയൊക്കെ കഴുകി എടുക്കേണ്ടി വരും. പക്ഷെ ഇത് അധികം നേരം ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ കുറച്ചൊരു 10-15 മിനിറ്റ് നേരം മതി നമുക്ക് ഈ അഴുക്ക് പിടിച്ച ചെരുപ്പുകളൊക്കെ നല്ല പോലെ വൃത്തിയാക്കി എടുക്കാം. നമ്മൾ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ചെരുപ്പുകളൊക്കെ കുറച്ചാൾ കഴിയുമ്പോൾ കരിമ്പനൊക്കെ അടിക്കുമല്ലേ, അപ്പോൾ അങ്ങനത്തെ ചെരുപ്പ് കരിമ്പൻ പോകുന്നതിന് വേണ്ടിയിട്ടൊരു ടിപ്പാണ്. ക്ലോറക്സ് ഇല്ലേ, നമുക്കത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന അരി. ഈ ക്ലോറക്സ് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെറിയൊരു ചൂടുള്ള വെള്ളത്തിൽ വേണം കലക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് ഈ കരിമ്പനുള്ള ചെരുപ്പുകളൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം. കുറച്ച് നേരം നമുക്ക് ഈ കരിമ്പനുള്ള ചെരുപ്പുകളൊക്കെ ഈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം. അത് കഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കരിമ്പനൊക്കെ പോയിട്ടുണ്ടാവും ചെരുപ്പിൽ നിന്നുള്ള. അപ്പോൾ കരിമ്പനടിച്ച ചെരുപ്പുകളും ഇതേപോലെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.